നിനക്ക് വേറെ വഴിയില്ല രവി. പറ്റുന്നില്ല, എനിക്ക് പറ്റുന്നില്ല. എന്നെ കൊണ്ടാവില്ല കൊല്ലാൻ. പക്ഷെ എനിക്ക് പറ്റും. ഒരു മരണം ഉറപ്പാണ് രവി. ഒന്നും അറിയാത്ത 6 വയസ്സുകാരി മരിക്കുന്നതിന് നല്ലത് ഇവൾ മരിക്കുന്നതല്ലേ? പറ്റുന്നില്ല. കണ്ടില്ലേ ഇവൻ എത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നു. നിനക്ക് പറയാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും ദേവി. എന്നും വയ്യെത്തുന്ന നിന്റെ ഭർത്താവ്, കയ്യെത്തും ദൂരത്തുണ്ടായിട്ടും കൊതിച്ചതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന രാത്രി, എന്റെ തിരക്കുകൾ, ലാക്ക് ഓഫ് കെയർ, അങ്ങനെ പലതും. ഒരു ശരാശരി വിവാഹേതര ബന്ധത്തിന് ഏത് സ്ത്രീക്ക് നിരത്താവുന്ന കുറെ ന്യായീകരണങ്ങൾ ശരിയായിരിക്കാം. ഒരുമിച്ച് ഒരുപാട് സമയം ഓഫീസിൽ ചെലവിടുന്നവർ തമ്മിൽ സ്വാഭാവികമായി ഉണ്ടാവും നടപ്പ്. അവിടുത്തെ കുഴയ്ക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരമുള്ള സ്മാർട്ടായ കൊളീഗിനോട് തോന്നുന്ന ആരാധന, പിന്നെപ്പോഴോ പരസ്പരം തോന്നുന്ന സ്നേഹം, അതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇത് സ്നേഹമായിരുന്നില്ലല്ലോ. നീ ഇവളെ നോക്കി ആ ട്രിഗർ വലിക്കരുതേ എന്ന് ഒരു നിമിഷം ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ നീ അത് ചെയ്തു. ഇത് സ്നേഹമായിരുന്നില്ലല്ലോടാ. മാംസവും ഉരസ്യം ഉണ്ടാകുന്ന ചൂട് മതിയായിരുന്നല്ലോ നിനക്ക്. ആ വേശിക്ക് നീ വില പറയുമ്പോ ഇവളെ ഞാൻ ഓർത്തു. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി സ്വന്തം ശരീരം വിൽക്കുന്നവൾക്ക് മുന്നിൽ ഇവൾ എത്രയോ ചെറുതാവുന്നത് ഞാൻ കണ്ടു. അവൾക്ക് പേര് വേശ്യ. നിനക്കോ ദേവി? ഈ 2 ശരീരങ്ങൾക്ക് വിലകിട്ടത് നീയും. ആ ഹോട്ടൽ റൂമിൽ വെച്ച് നിന്റെ ഭാര്യയുടെ ദേഹത്ത് ഞാനൊന്ന് തൊട്ടപ്പോ നീ മുഖം മാറ്റിയത് ഓർക്കുന്നുണ്ടോ? ആ വേദന നീ ഓർക്കുന്നുണ്ടോ? അപ്പൊ ഞാനിവിടെ ഇല്ലെന്ന് ഉറപ്പാക്കി എന്റെ ഭാര്യയെ സ്നേഹിക്കാൻ ഇറങ്ങി തിരിച്ച നിന്റെ ഒപ്പം ഒരു ദിവസം മുഴുവനും ചെലവിട്ട ഞാനോ? നിനക്ക് ഊഹിക്കാൻ പറ്റൂടാ കഴിവേറുള്ള പോലെ. Please.